നൂറിന് ഇൻഫോടെക്കിന്റെ പവർപോയിന്റ് പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്ലൈഡ് ബേസിക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു സ്ലൈഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതെങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം, പ്ലേസ് ഹോൾഡേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ തീംസ്, ട്രാൻസിഷൻ ഒക്കെ സ്ലൈഡിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പ്രസന്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ലൈഡ് വന്നിട്ട് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂ സ്ലൈഡ് വരുന്ന ഓപ്ഷനകത്താണ് പോകേണ്ടത്. അത് ഹോം ടാബിനകത്താണ് വരുന്നത്. എന്നിട്ട് ആ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലേഔട്ട്സ് കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈറ്റിൽ സ്ലൈഡ് പറഞ്ഞ ഒരു ലേഔട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പ്രസന്റേഷനിൽ സ്റ്റാർട്ടിങ് നമ്മൾ ടൈറ്റിലാണ് കൊടുക്കില്ലേ, അതൊക്കെ ഈ ഒരു ടൈറ്റിൽ സ്ലൈഡിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ആ ഒരു ചെറിയ ചെറിയ ബോക്സുകൾ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പ്ലേസ് ഹോൾഡേഴ്സ് പറയാം. അപ്പോൾ അതിനകത്താണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ സ്ലൈഡ് ആഡ് ചെയ്തത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്ലൈഡ് വരും. ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡും രണ്ടാമത്തെ സ്ലൈഡും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ടൈറ്റിൽ സ്ലൈഡ് പറയും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം, സബ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ സബ് ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നൂറിന് ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടൈറ്റിലായി. അതിനടിയിൽ സബ് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പാലക്കാട് കൊടുക്കാം. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു സ്പേസിന് നമ്മൾ പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലേസ് ഹോൾഡേഴ്സിനകത്താണ് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നൂറിന് ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇതുകൂടാതെ വേറെ ലേഔട്ട്സ് ഉണ്ട്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. അതിനകത്ത് ടൈറ്റിലും വരും, അതുപോലെ കണ്ടന്റും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കണ്ടന്റ് കൊടുക്കാം. ഇപ്പോൾ ബേർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ ബേർഡ്സിന് കൊടുക്കാം. ആ ബേർഡ്സും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് സെക്ഷൻ ഹെഡർ ഉണ്ട്, അതുപോലെ ടു കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ടാവും, അതുപോലെ മേലെയും ഒരു പ്ലേസ് ഹോൾഡർ ഉണ്ടാവും. ഇപ്പോൾ ഒരു സപ്പോസ് നമുക്ക് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലേഔട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, അതുപോലെ ആ ടൈറ്റിലനുസരിച്ച് അതിൻ്റെ ഡിഫറൻസിയേഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൂടാതെ നമുക്കൊരു ബ്ലാങ്ക് പറഞ്ഞൊരു ലേഔട്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്ലേസ് ഹോൾഡേഴ്സ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം അതിനകത്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാൻ അത് സെലക്ട് ചെയ്യുന്നുണ്ട്. വേണ്ട, ഇത് വന്നിട്ട് എന്താണ്, ഫുൾ ബ്ലാങ്ക് ആണ്. ഇതിനകത്ത് പ്ലേസ് ഹോൾഡേഴ്സ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ലേഔട്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ പുതിയൊരു ലേഔട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര സ്ലൈഡ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ടൈറ്റിൽ ഓൺലി ആണെങ്കിൽ ടൈറ്റിൽ ഓൺലി. അപ്പോൾ എത്ര സ്ലൈഡ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇനി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ലേഔട്ടിൽ സെലക്ട് ചെയ്യാതെയും നമുക്ക് സ്ലൈഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ന്യൂ സ്ലൈഡ് ആരോയിൽ ക്ലിക്ക് ചെയ്യാതെ ന്യൂ സ്ലൈഡ് എന്ന് വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലൈഡിൻ്റെ ആഡ് ചെയ്യാൻ പോകുന്ന സ്ലൈഡിൻ്റെ മുന്നിലുള്ള സ്ലൈഡ് ഏത് ലേഔട്ടിലാണോ നിൽക്കുന്നത് ആ ലേഔട്ടായിരിക്കും ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലേഔട്ട് പറയുന്നത് ബ്ലാങ്ക് ആണ്. അപ്പോൾ ഞാൻ വേറൊരു സ്ലൈഡും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു സ്ലൈഡ് ആഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് അതിന് താഴെ വേറൊരു സ്ലൈഡ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡിൻ്റെ മുന്നിൽ ഉള്ള സ്ലൈഡിൻ്റെ ലേഔട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു ലേഔട്ടിലാണ് വരുന്നത്, അത് തന്നെയായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേസമയം 6 എടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്ക് ലേഔട്ട് ആയിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത സ്ലൈഡ്സ് ഒക്കെ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ സ്ലൈഡിനും ഓരോ നമ്പേഴ്സും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെക്ഷന് നമ്മൾ പറയുന്നത് സ്ലൈഡ് നാവിഗേഷൻ പാൻ ആണ്. ഇപ്പോൾ സ്ലൈഡ് നാവിഗേഷൻ പാനകത്തുള്ള സ്ലൈഡ്സുകളെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം, അതിനെ ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്ലൈഡ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം നോക്കാം. അപ്പോൾ ഏത് സ്ലൈഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് എഴുതിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇൻസേർട്ടായി വന്നിട്ടുണ്ടാവും. ഇനി സ്ലൈഡുകൾ എങ്ങനെ മൂവ് ചെയ്യാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു സ്ലൈഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അത് ഏത് ലൊക്കേഷനിലാണോ കൊണ്ടുപോകേണ്ടത് അവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ലൈഡ്സ് മൂവ് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് ഒരു സ്ലൈഡ് എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് ഏത് സ്ലൈഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനും കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ 100 ഇൻഫോടെക് എഴുതിയ ഒരു സ്ലൈഡില്ലേ അതാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തത്. ഇനി ഒരു സ്ലൈഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന പഠിക്കാൻ പോകണം. അപ്പോൾ സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ലൈഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സ്ലൈഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്കൊരു പുതിയ സ്ലൈഡ് ഈ ഒരു ന്യൂ സ്ലൈഡ് പറഞ്ഞ ഓപ്ഷനിൽ പോവാണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് സ്ലൈഡിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്ലൈഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അവിടെ ന്യൂ സ്ലൈഡ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സ്ലൈഡിൻ്റെ ലേ ഔട്ട് പറയുന്നത് ഈ ഒരു സ്ലൈഡിൻ്റെ മുന്നിലുള്ള സ്ലൈഡിൻ്റെ ലേ ഔട്ട് തന്നെയായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് ഒരു സ്ലൈഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുമെന്ന് പഠിക്കാം. സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിനകത്ത് ഡിലീറ്റ് ചെയ്താലും അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി. അല്ലെങ്കിൽ കീബോർഡിനകത്ത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു സ്ലൈഡ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ സ്ലൈഡ്സ് ഓർഗനൈസ് ചെയ്ത പോലെ സ്ലൈഡ്സിനകത്തുള്ള പ്ലേസ് ഹോൾഡേഴ്സും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു തേർഡ് സ്ലൈഡ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 പ്ലേസ് ഹോൾഡേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ പ്ലേസ് ഹോൾഡേഴ്സിനെ നമുക്ക് മൂവ് ചെയ്യാനും അതുപോലെ അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഏത് പ്ലേസ് ഹോൾഡറാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മൂവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ 4 ഹെഡഡ് ആരോ ഉണ്ടാവും. അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ അത് പൊസിഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹാൻഡിൽസ് ഉണ്ടാവും, അത് വെച്ചിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സും ഇൻസേർട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു ബ്ലാങ്ക് പേജ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ലേഔട്ടുള്ള സ്ലൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് കൊടുത്തിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, അതിൽ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കണ്ടൻസ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേസ് ഹോൾഡേഴ്സ് ഇല്ലാതെ നമുക്ക് ടെക്സ്റ്റ് വെച്ച് യൂസ് ചെയ്തിട്ടും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിൽ ഉള്ള ആ ഒരു കണ്ടൻസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതായത് അതിനെ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, അതിൻ്റെ ഫോണ്ട് മാറ്റാം, അതുപോലെ സൈസ് ചേഞ്ച് ചെയ്യാം. പിന്നെ ഷേപ്പ് ഫില്ല് വേണമെങ്കിൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അതുപോലെ ഔട്ട്ലൈന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രസൻറ്റേഷനിൽ ഒരു തീം ആഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ തീം പറയുന്നത് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഡിസൈന് ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യാനാണ് ഈ ഒരു തീം പറഞ്ഞ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ടാബിനകത്താണ് പോകേണ്ടത്. ഇതിനകത്ത് തീംസ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ തീംസ് ഡീഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് തീംസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ തീം എല്ലാ സ്ലൈഡ്സിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ തീംസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് തീമാണോ ഇഷ്ടമാവുന്നത് ആ ഒരു തീം സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തീം എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തീം നമ്മുടെ എല്ലാ സ്ലൈഡിലും അപ്ലൈ ആയി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ തീം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തീം എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു തീം എടുക്കാം. ഇഷ്ടമുള്ള തീം എടുത്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ആ ഒരു തീം എല്ലാ സ്ലൈഡിലും അപ്ലൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നൂറിന് ഇൻഫോടെക് പറഞ്ഞ ഒരു സ്ലൈഡിന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡ്സിലും നമ്മൾ സെലക്ട് ചെയ്ത തീമായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. പിന്നെ ഇതിനകത്ത് തന്നെ പലതരം വേരിയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ വേരിയൻസ് നമുക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അത് കളേഴ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഫോൺസ്, എഫക്ട്സ് ഒക്കെ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ഓരോ പാലറ്റ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഇപ്പോൾ കസ്റ്റം 1, കസ്റ്റം 2, കസ്റ്റം 3 വേണ്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഏത് കളറാണോ നമുക്കതിൽ വേണ്ടത് അത് യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കളറിലായിരിക്കും അത് ചേഞ്ച് ആവാം. അപ്പോൾ തീം ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് വേരിയൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഫോൺസും ഇതിനകത്ത് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് ഫോണ്ടാണ് വേണ്ടത് അതവിടെ സെലക്ട് ചെയ്തതിനാൽ ആ ഫോണ്ടിലായിരിക്കും അതിനകത്തുള്ള ടെക്സ്റ്റ് ഒക്കെ വരുന്നത്. പിന്നെ എഫക്ട്സ് ആണ്. അപ്പോൾ എഫക്ട്സ് നമുക്ക് ഒന്നിൽ കൂടുതൽ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും അതവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഷാഡോ ഇതിനകത്ത് വരുന്നതായിരിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്ത എഫക്ട്സിനനുസരിച്ച് അത് വരുന്നുണ്ടാവും. പിന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സ്റ്റൈൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. പിന്നെ വരുന്നത് സ്ലൈഡ് സൈസ് ആണ്. ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വൈഡ് സ്ക്രീൻ സ്ലൈഡ് സൈസ് ആണ്. അപ്പോൾ അത് പറയുന്നത് 16:9 ആണ്. അതുകൂടാതെ നമുക്കൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, സ്റ്റാൻഡേർഡ് 4:3 ആണ്. ഇനി അത് ഈ രണ്ട് ഓപ്ഷൻ കൂടാതെ തന്നെ നമുക്ക് സൈസ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് സൈസിലോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, മാക്സിമൈസ് ചെയ്യണോ, എൻഷുർ ഫിറ്റ് ആണോ, ക്യാൻസൽ ആണോ. അപ്പോൾ ഞാൻ മാക്സിമൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ ആ ഒരു സ്ലൈഡിൻ്റെ സൈസ് വന്നിട്ട് കുറയാണ് ചെയ്തത്, സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ വൈഡ് സ്ക്രീനിലാക്കി കഴിഞ്ഞാൽ പഴയൊരു ഫോർമാറ്റിലോട്ട് തന്നെ വരും. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടും ഫോർമാറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് സോളിഡ് ഫില്ല് ഉണ്ട്, അതുപോലെ ഗ്രേഡിയന്റ് ഫില്ല്, പിക്ചറോ ടെക്സ്ചർ, ഇതിൽ ഏത് ഓപ്ഷനാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സോളിഡ് ഫില്ല് എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആണ് അവിടെ എഫക്റ്റ് ആവുന്നത്. ഇത് ഓരോ സ്ലൈഡ് മാത്രമേ എഫക്റ്റ് ആവുള്ളൂ, എൻ്റയർ സ്ലൈഡിൽ എഫക്റ്റ് ആവില്ല. അപ്പോൾ ഇതിൽ ഏതാണോ കളേഴ്സ് നമുക്ക് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് സോളിഡ് ഫിൽ വരുന്നത്, ഫുൾ കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഗ്രേഡിയന്റ് ഫില്ലാണ്. ഗ്രേഡിയന്റ് ഫിൽ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്കിവിടെ ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേഡിയന്റ് തന്നെ പല ടൈപ്സ് ഉണ്ട്, റേഡിയൽ ഉണ്ട്, അതുപോലെ ടൈപ്പ് വന്നിട്ട് ലീനിയർ ഉണ്ട്, റേഡിയൽ ഉണ്ട്, റെക്ടാങ്കുലർ ഉണ്ട്, പാത്ത് ഉണ്ട്, ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ലീനിയർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഇതിലാണ് ഗ്രേഡിയന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ലീനിയർ ആയിട്ടാണ് ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നത്. പിന്നെ വരുന്നത് റേഡിയലാണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ആർക്ക് ഷേപ്പിലാണ് അത് മൂവ് ചെയ്യുന്നത്. പിന്നെ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും അത് ഷെയ്ഡ് മൂവ് ആവുന്നത്, ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നത്. പിന്നെ പാത്ത് ഉണ്ട്, അതുപോലെ ഷെയ്ഡ് ഫ്രം ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യാം. ഇനി ഈ രണ്ട് കളേഴ്സ് കൂടാതെ വേറൊരു കളറും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് ഗ്രേഡിയന്റ് സ്റ്റോപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പർപ്പിൾ എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ കളർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലീനിയർ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അകത്ത് ഗ്രീന് വന്നു, അതുപോലെ പർപ്പിൾ വന്നു, അതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള വൈറ്റ് കളേഴ്സ് വന്നു. അപ്പോൾ ഇതാണ് ഗ്രേഡിയന്റ്. ഇനി വരുന്നത് പിക്ചർ ഓർ ടെക്സ്ചർ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെക്സ്ചർ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാം. സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. പിന്നെ ടെക്സ്ചർ ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് പാറ്റേൺ ഫില്ലാണ്. പാറ്റേൺ ഫില്ല് പറയുന്നത് കുറച്ച് പാറ്റേൺസ് തന്നിട്ടുണ്ട്. ആ പാറ്റേൺസ് അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് വരും. അത് നമുക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ പിക്ചർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ ടു ഓൾ എന്ന്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത ഏത് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത് ഇത് കാണിച്ചാൽ നമ്മൾ അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡിലും എഫക്റ്റ് ആവുന്നതായിരിക്കും. അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്ലൈഡിലും ആ തീമായിരിക്കും അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും സെറ്റ് ആവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈഡ്സിന് എങ്ങനെ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാമെന്നാണ്. ട്രാൻസിഷൻ പറയുമ്പോൾ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ അത് മൂവ് ചെയ്യണം. സൂം ചെയ്തിട്ട് വരണോ അല്ലെങ്കിൽ ഫെയ്ഡ് ഔട്ട് ആയിട്ട് വരണോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കാണേണ്ടതെന്നാണ് ഈ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ട്രാൻസിഷൻ പറയുന്നത് ഒരു ട്രാൻസിഷൻ ടാബ് ഉണ്ട്, അതിനകത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഡിസൈൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസിഷൻ ടാബിനകത്ത് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ട്രാൻസിഷൻസ് കാണാൻ കഴിയും, അതിനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുകൂടാതെ നമുക്ക് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റിംഗ് അതുപോലെ ഡൈനാമിക് കണ്ടന്റുമായിട്ട് ഒത്തിരി ട്രാൻസിഷൻ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മോർഫ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർഫ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ട്രാൻസിഷൻ അപ്ലൈ ആയത് എങ്ങനെ കാണാൻ വെച്ചാൽ ഒന്ന് പ്രിവ്യൂയിലൂടെ പോയി നോക്കാം, അല്ലെങ്കിൽ ഈ സ്ലൈഡ് നാവിഗേഷൻ പാനിൻ്റെ ഇവിടെ സ്റ്റാർ കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ പ്രിവ്യൂവിൽ പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ടോ ഏത് രീതിയിലാണ് ആ ട്രാൻസിഷൻ വരാമെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ ഈ സ്റ്റാറിൽ അമർത്തിയാൽ നമുക്ക് ട്രാൻസിഷൻ കാണാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് ഫെയ്ഡ് കൊടുക്കാം, എന്നിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫെയ്ഡ്. പിന്നെ മൂന്നാമത്തെ സ്ലൈഡിൽ നമുക്ക് പുഷ് കൊടുക്കാം, എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കണ്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നാലാമത്തെ സ്ലൈഡിൽ വൈപ്പ് കൊടുക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വൈപ്പ് ഇതാണ് പുഷ് വരുന്നത്. അഞ്ചാമത്തേൽ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം, എന്നിട്ട് പ്രിവ്യൂ നോക്കാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് പ്രകാരം നമുക്കിവിടെ ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്യാം. ഇതാണ് ട്രാൻസിഷനിൽ വരുന്നത്. നമുക്ക് ലാസ്റ്റ് സ്ലൈഡിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. കർട്ടൻസ് എടുക്കാം, പ്രിവ്യൂ കൊടുക്കാം. അപ്പോൾ ഒരു കർട്ടൻ പോകുന്ന പോലെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. ഇനി വേണമെങ്കിൽ ഒരേ ട്രാൻസിഷൻ തന്നെ നമുക്ക് എല്ലാ സ്ലൈഡിലും അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ടു ഓൾ കൊടുത്താലും മതി. ഇവിടെയാണ് അപ്ലൈ ടു ഓൾ പറഞ്ഞ ഓപ്ഷൻ, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്ലൈഡിനും ഒരു ട്രാൻസിഷൻ തന്നെ അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ എല്ലാ സ്ലൈഡിലും സെയിം ട്രാൻസിഷൻ അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രാൻസിഷന് സൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് സൗണ്ട്സ് ഉണ്ട്, ഏത് സൗണ്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് ഇല്ലാതെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ബ്രീസ് എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ സ്ലൈഡിനും വേണ്ട ട്രാൻസിഷൻ എത്രയാണെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് പ്രിവ്യൂ നോക്കാം. അപ്പോൾ ആ ഒരു സൗണ്ട് ആയിരിക്കും അവിടെ വരിക. ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് വേണമെങ്കിൽ വേറെ സൗണ്ട് വെക്കാം. ക്ലോസ് പ്രിവ്യൂ. ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്ലൈഡിൽ വേണമെങ്കിൽ വേറെ സൗണ്ട് പ്രിവ്യൂ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം വേണ്ട ട്രാൻസിഷനും അതുപോലെ അതിന് വേണ്ട സൗണ്ട് ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്യാം. അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ടും ഡ്യൂറേഷനും എല്ലാ സ്ലൈഡിനും അപ്ലൈ ആവും. ഇനി സ്ലൈഡ്സിന് ട്രാൻസിഷൻ ഒന്നും വേണ്ടെങ്കിൽ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം നൺ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഈ നൺ ഓപ്ഷൻ കൊടുത്തിട്ട് അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ
എല്ലാ സ്ലൈഡിലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസിഷൻ റിമൂവ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്റ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ ട്രാൻസിഷൻ സെലക്ട് ചെയ്യുമ്പോഴും എല്ലാത്തിനും ആ ഒരു ഓപ്ഷൻ വരില്ല, നമ്മൾ ചിലതിൽ മാത്രമേ ആ എഫക്റ്റ് ഓപ്ഷൻസ് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ കർട്ടൺ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ എഫക്റ്റ് ഓപ്ഷൻസ് ഡിസേബിൾ ആവുന്നുണ്ട്, അപ്പോൾ അതിന് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ ഇവിടെ പുഷ് എന്നൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഓപ്ഷൻസ് വന്നിട്ട് ഫ്രം ബോട്ടം, പുഷ് ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നാണോ പുഷ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ റൈറ്റിൽ നിന്നാണോ പുഷ് ചെയ്യുന്നത്, ടോപ്പിൽ നിന്നാണോ പുഷ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിന് ആ ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാം. ഇതിന് ഞാൻ പുഷ് സെലക്ട് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എഫക്റ്റ് ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഫ്രം ബോട്ടം ആണെങ്കിൽ ഒന്ന് പ്രിവ്യൂ നോക്കാം, താഴെ നിന്നാണ് മേലോട്ട് പുഷ് ചെയ്ത് വരുന്നത്. ഇനി ഫ്രം ലെഫ്റ്റ് കൊടുത്തിട്ട് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് പുഷ് ചെയ്ത് വരും. അതുപോലെ ഫ്രം റൈറ്റ് കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുത്താൽ റൈറ്റിൽ നിന്ന് പുഷ് ചെയ്യും. അതുപോലെ ഫ്രം ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് പുഷ് ചെയ്ത് വരും. അപ്പോൾ ഇത് ഓരോ ട്രാൻസിഷനും ഉണ്ടാവും. വൈപ്പിലും ആ ഓപ്ഷൻസ് ഉണ്ടാവും. ഫ്രം റൈറ്റ്, ഫ്രം ടോപ്പ്, ഫ്രം ലെഫ്റ്റ്, ബോട്ടം, ടോപ്പ്, റൈറ്റ് വേണ്ട കുറച്ച് ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റിനും അതുപോലെ എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ റിവീൽ എടുക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് റിവീൽ എടുത്തിട്ട് എഫക്റ്റ് ഓപ്ഷൻസ് സ്മൂത്ത്ലി ഫ്രം റൈറ്റ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് അത് സ്മൂത്തായിട്ട് ആ ഒരു റിവീൽ ചെയ്യും. സ്മൂത്ത്ലി ത്രൂ ബ്ലാക്ക് ഫ്രം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കിൽ നിന്ന് അത് നമ്മുടെ കറണ്ട് സ്ലൈഡിൻ്റെ തീമിലോട്ട് വരും. അപ്പം ഇങ്ങനെ ഓരോ ട്രാൻസിഷനും ഓരോ എഫക്റ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ചിലതിന് ഉണ്ടാവില്ല, ഇപ്പോൾ ഫ്ലാഷ് അതിന് എഫക്റ്റ് ഓപ്ഷൻസ് ഇല്ല. അതുപോലെ ഫോളോവറിനുണ്ട്, ഡ്രൈപ്പിനുണ്ട്, കർട്ടൻസിന് എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് അഡ്വാൻസ് സ്ലൈഡ്. അതിൽ ഓൺ മൗസ് ക്ലിക്കും ഉണ്ട്, ആഫ്റ്ററും ഉണ്ട്. ഇപ്പോൾ ഓൺ മൗസ് ക്ലിക്ക് പറയുന്നത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അടുത്ത ട്രാൻസിഷനിലോട്ട് പോകുള്ളൂ. അതേസമയം ആഫ്റ്റർ വന്നിട്ട് കൊടുത്തതിന് ആഫ്റ്റർ ക്ലിക്ക് ചെയ്തതിന് ഓൺ മൗസ് ക്ലിക്ക് മാറ്റിയിട്ട് ആഫ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ടൈമും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിയുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് ട്രാൻസിഷൻ വരുള്ളൂ. ഞാനിവിടെ ഓൺ ക്ലിക്ക് കൊടുത്തിട്ട് നമ്മൾ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് പോകുന്നത്. അതുപോലെ ആഫ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് എടുത്തിട്ട് കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ആഫ്റ്റർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഓൺ മൗസ് ക്ലിക്ക് തന്നെ വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ പ്ലേ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് 3 രീതിയിൽ പ്ലേ ചെയ്യാം. ഒന്ന് വന്നിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് നമുക്കൊരു സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ ബിഗിൻ ചെയ്യും. അപ്പോൾ അത് ഫുൾ സ്ക്രീനിലായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ സെറ്റിങ്സ് ട്രാൻസാക്ഷൻസ് സൗണ്ടൊക്കെ വെച്ചിട്ടുണ്ടോ അതനുസരിച്ചിട്ട് ഇത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ അഡ്വാൻസ്ഡ് ഇതിൽ ഓൺ മൗസ് ക്ലിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കർട്ടൻ ട്രാൻസിഷനാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ആ ട്രാൻസിഷൻ വരുന്നത്. അതുപോലെ എല്ലാ സ്ലൈഡിലും നമ്മൾ സൗണ്ട് കൊടുത്തിട്ടില്ല, രണ്ടാമത്തെ സ്ലൈഡിൽ മാത്രമാണ് സൗണ്ട് വന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഓരോ സ്ലൈഡും മൂവ് ആവുന്നതായിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് കീബോർഡിലുള്ള ഡൗൺ എയറോ അപ്പ് എയറോ യൂസ് ചെയ്തിട്ട് നമുക്കത് നെക്സ്റ്റ് സ്ലൈഡിലോട്ടും പോകാവുന്നതാണ്. ഇനിയിപ്പോൾ സ്ലൈഡ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് അടിച്ചിട്ട് തിരിച്ച് പ്രസൻറ്റേഷനിലോട്ട് തന്നെ വരാം. അപ്പോൾ ഈ ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ F5 കീബോർഡിനകത്തുള്ള F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫുൾ സ്ക്രീനിൽ നമ്മുടെ പ്രസൻറ്റേഷൻ പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എസ്കേപ്പ് അടിച്ചാൽ മതി. പിന്നെ വരുന്ന ഓപ്ഷൻ പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ബാറിനകത്ത് കിടക്കുന്ന സ്ലൈഡ് ഷോ പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഓപ്ഷൻ വന്നിട്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഈ ഒരു പേജ് ഈ ഒരു സ്ലൈഡിലാണ് നിൽക്കുന്നത്, 6th സ്ലൈഡിലാണ് നിൽക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു സ്ലൈഡ് മുതലാണ് പ്ലേ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ ഒരു സ്ലൈഡ് ഷോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടൊക്കെ പോകാം. നമ്മൾ ഒന്നിൽ F5 അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് കൊടുക്കണമെങ്കിൽ അത് സ്റ്റാർട്ടിങ് മുതൽ തന്നെയായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് സ്ലൈഡിൽ നിന്ന് പ്ലേ ചെയ്യണമെങ്കിൽ ആ സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ സ്ലൈഡ് ഷോ പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈഡ് മുതലായിരിക്കും അത് പ്ലേ ചെയ്യാവുന്നത്. അപ്പോൾ ഇന്ന് എക്സിറ്റ് അടിക്കാൻ എസ്കേപ്പ് അടിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ
ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു സ്ലൈഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ അതിനകത്തുള്ള പ്ലേസ് ഹോൾഡേഴ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് സ്ലൈഡ്സ് തമ്മിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന്, അതായത് ആ സ്ലൈഡ്സ് എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം, അതെങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ അതെങ്ങനെ മൂവ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഡിസൈൻ ടാബിൽ വരുന്ന തീംസിനെ കുറിച്ചിട്ടും അതുപോലെ വേരിയൻസ്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ട്രാൻസിഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ട്രാൻസിഷൻ ഓരോ സ്ലൈഡിലും എങ്ങനെ സെറ്റ് ചെയ്യാം, എല്ലാ സ്ലൈഡിലും എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ മൗസ് ക്ലിക്ക് എന്താണ്, അതുപോലെ ടൈം സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ പ്ലേ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്.